ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബോട്ടണിയിലെ 3 ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആൻഡ് എക്കോസിസ്റ്റം, ഈ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് പഠിച്ച് തന്നെ പോകണം എക്സാമിന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ടീച്ചർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പഠിക്കാതെ ആരും എക്സാമിന് പോകരുത് കേട്ടോ. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിനും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നോക്കിയടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ എല്ലാവരും. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നേ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു മിനിറ്റ്. ഓക്കേടാ, the density, if alla off aane, the density of population in a given habitat increases or decreases due to different reasons. Name 2 factors that are responsible for increase in population in a given area. എന്താണ് അതിൻ്റെ അർത്ഥം മക്കളെ? ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മളൊരു 4 പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ഒന്നാമത്തേത് ഏതാ? നാറ്റാലിറ്റി. ഒന്നാമത്തേത് ഏതാ? നാറ്റാലിറ്റി. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? ബി. കാരണം എന്താ? ബർത്ത് റേറ്റ് തന്നെയാണ് എന്ത്? നാറ്റാലിറ്റി. അതുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏത്? ബി. അടുത്തത് ഏതാ? മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏത്? ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡെത്ത് റേറ്റ്. അടുത്തത് ഏതാ? എമിഗ്രേഷൻ. എമിഗ്രേഷന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഇ. അടുത്തത് ഏതാ? ഇമിഗ്രേഷൻ. ഇമിഗ്രേഷന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഐ. ഈ 4 ഫാക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും എന്തിനെ എഫക്ട് ചെയ്യുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റിയെ എഫക്ട് ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഓക്കെ, ഈ പോപ്പുലേഷനെ കൂട്ടുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാ പോപ്പുലേഷനെ കൂട്ടുന്നത് മക്കളെ? ആരൊക്കെയാ കൂട്ടുന്നത്? നാറ്റാലിറ്റിയോ പിന്നെ ഇമിഗ്രേഷനും. ബർത്ത് റേറ്റും ഇമിഗ്രേഷനുമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറയ്ക്കുന്നതാണ് ചോദ്യമെങ്കിൽ ഏതായിരിക്കും ഉത്തരം? ഏതൊക്കെയായിരിക്കും? മോർട്ടാലിറ്റിയും എമിഗ്രേഷനും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. പഠിച്ചിട്ട് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. യെസ്, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. നിങ്ങളുടെ NCERT-ൽ അതുപോലെ കൊടുത്തിട്ടുണ്ട് ഈ ഗ്രാഫ്. പഠിക്കണം കേട്ടാ. ഓക്കേടാ, observe the figure given below. Identify the population growth curve A and B. What do R and K stands for? മക്കളെ, നമ്മൾ 2 ടൈപ്പ് ഗ്രോത്ത് കർവ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? യെസ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവും ലോജിസ്റ്റിക് ഗ്രോത്ത് കർവും. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവിന്റെ ഷേപ്പ് ഏതായിരുന്നു? ജെ ഷേപ്പ്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ ഷേപ്പ് ഏതായിരുന്നു? എസ് ഷേപ്പ്. അപ്പൊ ഫിഗറിലേക്ക് നോക്കിയേ, ഗ്രാഫിലേക്ക് നോക്കിയേ. ഇതിൽ ജെ ഷേപ്പ് ആയിട്ടിരിക്കുന്നത് ആരാണ്? ഇവൻ. അപ്പൊ ഇവനായിരിക്കും എന്ത്? എക്സ്പോണൻഷ്യൽ. ഓക്കെ, ഇനി ഇതിൽ എസ് ഷേപ്പ് ഏതാണ്? ഇവനാണ്. അപ്പൊ ഇവനാണ് ഏത്? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. ഇതിന്റെ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ എന്താണ്? dn/dt is equal to r into n. ലോജിസ്റ്റിക്കിന്റെ ഇക്വേഷൻ എന്താണ്? dn/dt is equal to r into k minus n/k. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചേടാ, നോക്കിയേ ഇവിടെ എന്താണ്? വാട്ട് ഡു ആർ ആൻഡ് കെ സ്റ്റാൻഡ്സ് ഫോർ? ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി കെ എന്താ? ഓർമ്മയുണ്ടോ? ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേടാ, ഈ ലോജിസ്റ്റിക്കും എക്സ്പോണൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം എന്താ? എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടെ റിസോഴ്സസ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവിടെ റിസോഴ്സസ് എന്താണ്? ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ലോജിസ്റ്റിക്കിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പോപ്പുലേഷനിൽ കുറച്ച് പേരെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റിസോഴ്സസ് തീർന്നു പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു പോപ്പുലേഷൻ ഒരു 100 പേരെ ഉൾക്കൊള്ളാനുള്ള റിസോഴ്സസേ ആ ഒരു പോപ്പുലേഷനിലുള്ളൂ. 101ാമത്തെ ഒരാൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റിസോഴ്സസ് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പോപ്പുലേഷൻ 100ൻ്റെ അപ്പുറത്തേക്ക് വളരുമോ? ഇല്ല. വളരാത്തതിൻ്റെ റീസൺ എന്താണ്? അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഇല്ല. അപ്പോൾ മാക്സിമം എത്ര പേരെ ഒരു പോപ്പുലേഷന് ഉൾക്കൊള്ളാൻ പറ്റും? ആ എണ്ണത്തെ വിളിക്കുന്ന പേരാണെന്താ? ക്യാരിയിങ് കപ്പാസിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. യെസ്, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നേ? The equation of population density is given below. അതേടാ, പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. nt+1 is equal to nt+b+i - d+e. എന്താണ് nt? nt എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് എ ടൈം t.
ഓക്കെ, ഇനി ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കൂടെ ആരൊക്കെ കൂട്ടണം? ബർത്ത് റേറ്റിനെയും കൂട്ടണം, ഇമിഗ്രേഷനെ കൂട്ടണം. ഇനി ആരൊക്കെ കുറയ്ക്കണം? ഡെത്ത് റേറ്റിനെയും കുറയ്ക്കണം, പിന്നെ എന്തിനേയും കുറയ്ക്കണം? ഇമിഗ്രേഷനെയും കുറയ്ക്കണം. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുക. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഡസ് ഡി ആൻഡ് ഇ സ്റ്റാൻഡ്സ് ഫോർ? ഡിയും ഇയും എന്താ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. എന്താ ഡി? പറഞ്ഞോ, മോർട്ടാലിറ്റി. ഡി എന്താണ്? മോർട്ടാലിറ്റി. എന്താണ് ഇ? എമിഗ്രേഷൻ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Write any two factors which increase the population density. Population density കൂട്ടുന്ന രണ്ട് ഫാക്ടേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സെയിം ആൻസർ ഏതൊക്കെയാ? പറഞ്ഞോ, നാറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം കേട്ടാ. ഇങ്ങനെയും ഈ ക്വസ്റ്റ്യൻ വരാം. അടുത്ത ചോദ്യം ഏതാ? യെസ്, അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടാ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. വാട്ട് ആർ ദ ഏജ് പിരമിഡ്സ്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പോപ്പുലേഷനിൽ എല്ലാവരുടെയും ഏജ് സെയിം ആയിരിക്കുമോ? അല്ല. അവിടെ പ്രധാനമായിട്ടും 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഏജ് പീരീഡിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതായത് ഒന്നാമത്തേത് ആരായിരിക്കും? പ്രീ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. പ്രീ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർ, അതായത് ആരായിരിക്കും? കുട്ടികളായിരിക്കും. രണ്ടാമത്തേത് ആരായിരിക്കും? റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്, അതായത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ. മൂന്നാമത്തേത് ആരായിരിക്കും? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്, അതായത് റീപ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് വയസ്സായ ആൾക്കാർ, അല്ലേ? അപ്പോൾ 3 ടൈപ്പ് ആൾക്കാരായിരിക്കും ഒരു പോപ്പുലേഷനിൽ ഉണ്ടാവുക. ഇനി എന്താണ് ഏജ് പിരമിഡ്സ്? അതായത് ഒരു പോപ്പുലേഷനിൽ ഈ 3 ആൾക്കാരുടെ അളവ് അല്ലെങ്കിൽ അവർ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതിനെ, ആ ഒരു ഗ്രാഫിക്കൽ ഫിഗേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഏജ് പിരമിഡ്സ്. പ്രധാനമായിട്ടും 3 ഏജ് പിരമിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ആ 3 ഏജ് പിരമിഡ്സ്? ഒന്നാമത്തേത് ഏതാ? എക്സ്പാൻഡിങ്. രണ്ടാമത്തേത് ഏതാ? ഡിക്ലൈനിങ്. മൂന്നാമത്തേത് ഏതാ? സ്റ്റേബിൾ. ഓക്കെ, ഇനി ഈ ഫിഗറിലുള്ളത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ. ദേ, ഇവിടെ ഉള്ളത് പ്രീ റീപ്രൊഡക്റ്റീവ് കുട്ടികൾ, ഇവിടെ ഉള്ളത് ആരാ? റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. ഇവിടെ ഉള്ളവർ ആരാ? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. എല്ലാവരും ഫിഗറിലേക്ക് നോക്കി. ഇവിടെ ഏറ്റവും കൂടുതൽ ആരാ? പ്രീ റീപ്രൊഡക്റ്റീവ് കുട്ടികളാണ് കൂടുതൽ. അതിനുശേഷമേ ആര് വരുന്നുള്ളൂ? റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ളവർ വരുന്നുള്ളൂ. അതിനുശേഷമേ ആര് വരുന്നുള്ളൂ? വയസ്സായവർ വരുന്നുള്ളൂ, അല്ലേ? ഇനി നോക്കിയടാ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പ്രീ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ള ആൾക്കാർ എവിടെ എത്തും? റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ നോക്കിയേ, ഈ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിനേക്കാൾ ഇപ്പോൾ നിലവിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ളവരെക്കാൾ കൂടുതലില്ലേ കുട്ടികളുടെ എണ്ണം? അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ കുട്ടികൾ ആ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവരുടെ എണ്ണം എന്താകും? കൂടും, അല്ല? ഇപ്പം ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ 100 പ്രീ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ള കുട്ടികളാണ് ഉള്ളത്. ഇനി പ്രീ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ 50 കുട്ടികളും പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ 30 പേരുമാണ് ഉള്ളത്. ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ 100 പേര് എവിടേക്ക് എത്തും? ഈ പൊസിഷനിലേക്ക് എത്തും, അല്ലെ? അവർക്ക് വയസ്സായി അവർ ആ പൊസിഷനിലേക്ക് എത്തും. ഇനി ഈ 50 വയസ്സുള്ള ഈ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ള ആൾക്കാർ എവിടെ എത്തും? ഇവിടേക്ക് എത്തും. കാരണം എന്താ? അവർക്ക് വയസ്സായിട്ട് അവർ വയസ്സന്മാരായി, അല്ലേ? അപ്പൊ നോക്കിയേ, 10 വർഷം കഴിയുമ്പോൾ 50 ഇരുന്ന സ്ഥാനത്ത് 100 പേരാകും, 30 ഇരുന്ന സ്ഥാനത്ത് 50 പേരാകും. അവിടെ ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത്, അല്ലെ? എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏജ് പിരമിഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്പാൻഡിങ്. ഇനി രണ്ടാമത് നോക്കി, ഇവിടെ നോക്കിയേ, ഇവിടെ കുട്ടികളുടെ എണ്ണം 50 ഉള്ളൂ. പക്ഷെ റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം നോക്കിയേ 100 ഉണ്ട്. ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ കുട്ടികൾ ഏത് സ്റ്റേജിലേക്ക് എത്തും? ഇവിടെ എത്തും. അപ്പൊ 100 പേരുണ്ടായിരുന്നിടത്ത് എത്ര പേരെ എത്തുള്ളൂ? 50 പേരെ എത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ അവിടെ ശരിക്കും എന്താ ഉണ്ടായേ? ഡിക്ലൈനിങ് ആണ് ഉണ്ടായത്. കുറവാണ്, എണ്ണത്തിൽ കുറവ് സംഭവിച്ചു, അല്ലേ? അപ്പോൾ ഈ പിരമിഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിക്ലൈനിങ്. ഇനി സ്റ്റേബിൾ എന്തായിരിക്കും? നോക്കിയടാ, സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പ്രീ റീപ്രൊഡക്റ്റീവിന്റെയും റീപ്രൊഡക്റ്റീവിന്റെയും എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് സ്ഥലത്തും 100. 10 വർഷം കഴിയുമ്പോൾ ഈ 100 പേര് തന്നെ ഇവിടേക്ക് എത്തി. വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതാണ് എന്ത്? സ്റ്റേബിൾ. അപ്പൊ 3 ടൈപ്പ് ഉണ്ട്, തന്നിട്ട് ചോദിക്കും. മനസ്സിലായല്ലോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. യെസ്, ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ്. നമ്മൾ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് എത്ര എണ്ണം പഠിച്ചിട്ടുണ്ട്? ഓർമ്മയുണ്ടോ? എന്താ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ്? ഡിഫറെൻറ്റ് ഓർഗാനിസംസും ഡിഫറെൻറ്റ് ജീവികൾ തമ്മിൽ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് പഠിക്കാനുണ്ട്, അല്ലേ? 2 ജീവികൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2 ജീവികൾക്കും ഗുണമാണ്, ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇതൊക്കെയാടാ 2 പേർക്കും ബെനിഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ വിളിച്ച പേരെന്താ? മ്യൂച്വലിസം. എന്താ വിളിച്ചത്? മ്യൂച്വലിസം.
എക്സാമ്പിൾസ് എന്തൊക്കെയാ? ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്? മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓർ ഓഫ്രിസ്, വണ്ടും തമ്മിലുള്ളത്. പിന്നെ ഏതാ? ലൈക്കൻ. പിന്നെ ഏതാ? മൈക്കോറൈസ. ഏത് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഏതാ? ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് എന്താ ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഓക്കെ, ഒരാൾക്ക് ഗുണമുണ്ട് മറ്റാൾക്കോ ഗുണവും ഇല്ല ദോഷവും ഇല്ല, അയാളെ എഫക്റ്റ് ചെയ്യുന്ന പോലും ഇല്ല. അതേതാ? എക്സാമ്പിൾ അതിൻ്റെ പേരെന്താ? കമൻസാലിസം. എന്താണ് പേര്? കമൻസാലിസം. എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? സീ അനിമൺ, ക്ലോൺ ഫിഷും, പിന്നെ കാറ്റിൽ ഇഗ്രറ്റും, ഗ്രേസിങ് കാറ്റിലും, പിന്നെ ഏതാ? ബർണക്കിൾസ് ഓൺ ദ ബാക്ക് ഓഫ് ദി വെയിൽ. ഓക്കെ, ഈ വെയിൽ തിമിംഗലത്തിന്റെ പുറത്തുള്ള ബർണക്കിൾസ് അല്ലേ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, സീ അനിമോൺ, കാറ്റിൽ ഇഗ്രറ്റ്. പിന്നെ ഓർക്കിഡ് ഗ്രോൺ ഓൺ നമ്മുടെ മാംഗോ ട്രീ. മാംഗോ ട്രീയിൽ ആര് വളരുന്നു? ഓർക്കിഡ് വളരുന്നത്. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ലാസ്റ്റ് ഏതാ? ഒരാൾ പോസിറ്റീവോ ഒരാൾ നെഗറ്റീവ്, ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും കിട്ടുന്നത് നമ്മൾ രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? പ്രിഡേഷനും പഠിച്ചിട്ടുണ്ട്, ഏതും പഠിച്ചിട്ടുണ്ട്? പാരസൈറ്റിസവും പഠിച്ചിട്ടുണ്ട്. ഏത് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഓർമ്മയുണ്ടോ? ഇപ്പോൾ മനുഷ്യന്റെ തലയിലുള്ള പേൻ. ഓക്കെ, അതുപോലെ തന്നെ പട്ടിയുടെ ഒക്കെ പുറത്തുള്ള ചെള്ള്. ഓക്കെ, ടിക്സ് ആൻഡ് മൈറ്റ്സ്, ആ സാധനങ്ങളൊക്കെ കേട്ടോ. ഇനി ഇവർ കൂടാതെ നമ്മൾ വേറൊരാളെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ. രണ്ടുപേർക്കും നെഗറ്റീവ് ആണെങ്കിൽ അത് ഏതാ? കോമ്പറ്റീഷൻ. ഏതാണ്? കോമ്പറ്റീഷൻ. ഇനി ഒരാൾക്ക് നെഗറ്റീവ് മറ്റാൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല, അത് ഏതാണ്? അമൻസാലിസം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻട്രാക്ഷൻസ് പഠിക്കണം കേട്ടോ, പഠിച്ച് തന്നെ പോകണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണേ? നോക്കിയടാ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Give below are examples of some population interactions. Identify and define the interactions. ഇതും പോപ്പുലേഷൻ ഇന്ററാക്ഷനിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കാറ്റിൽ ഇഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ ഏതാണ്? നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു, കാറ്റിൽ ഇഗ്രറ്റും ഗ്രേസിംഗ് കാറ്റിലും. എന്താ ഇതിൻ്റെ അർത്ഥം? എടാ, നമ്മൾ പറമ്പിൽക്കൊക്കെ നോക്കുമ്പോൾ ഒരു പശുക്കുട്ടി ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു പശു ഇങ്ങനെ പുല്ലൊക്കെ തിന്ന് നടക്കുന്നുണ്ടാവും. ഈ പുല്ല് തിന്ന് നടക്കുന്നതിൻ്റെ ഇപ്പുറത്തൊക്കെ ആയിട്ട് കൊക്കുകൾ ഉണ്ടാവും അല്ലേ. അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഈ പശു ഫുഡ് കഴിച്ചിങ്ങനെ നടക്കുമ്പോൾ, പുല്ലിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ, ഈ പുല്ലിലിരുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ എന്താകും? ഇങ്ങനെ പറക്കും അല്ലേ. അപ്പോൾ ഇത് നോക്കിയിട്ടായിരിക്കും ആര് നിൽക്കുക? കൊക്ക് നിൽക്കുക. അപ്പോൾ ഈ പറന്നു പോകുമ്പോൾ കൊക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ഇതിനെ ക്യാച്ച് ചെയ്ത് കഴിക്കും. അപ്പോൾ പശുവിന് ഈ കൊക്ക് ഇതിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പശുവിന് എന്താണ് സീറോ എഫക്റ്റ് ആണ്. പക്ഷേ നമ്മുടെ ആർക്ക് എഫക്റ്റ് ഉണ്ട്? നമ്മുടെ കൊക്കിന് ഗുണമുണ്ട്. കൊക്കിന് എന്താ? പശു നടക്കുന്നതുകൊണ്ട് ഈ പ്രാണികളൊക്കെ പറന്നു പോകും, അപ്പോൾ അവന് ഭക്ഷണം കിട്ടും. അപ്പോൾ ഒരാൾക്ക് പോസിറ്റീവോ ഒരാൾക്ക് സീറോയും. അതേതാണ്? കമൻസാലിസം. അടുത്തത് ഏതാ? ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. ഏതാണ്? രണ്ടുപേർക്കും ഗുണമാണല്ലേ. അപ്പൊ അതേതാ? മ്യൂച്വലിസം. എന്താണ്? എടാ, ഈ ഫിഗ് ട്രീ നമ്മുടെ അത്തിമരത്തിലെ ഈ വാസ്പ് മുട്ടയിടാനുള്ള സ്ഥലം നോക്കി പോവും. അപ്പൊ ഇവന് മുട്ടയിടാനുള്ള സ്ഥലമൊക്കെ കിട്ടും, അതിൻ്റെ കൂടി ഇവൻ എന്തും കിട്ടും? ഫുഡൊക്കെ കിട്ടും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? അവിടെ മുട്ടയിട്ട് പറന്ന് ഇനി വേറെ ഫിഗ് ട്രീയിൽ പോയി മുട്ടയിടാൻ സ്ഥലം നോക്കുമ്പോൾ ഇവന്റെ മേത്ത് പോളഗ്രെയിൻസ് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവൻ വേറെ ട്രീയിലേക്ക് പോകുമ്പോൾ ആ പോളഗ്രെയിൻ അവിടെ വീഴും. അപ്പൊ അവിടെ എന്ത് നടക്കും? പോളിനേഷൻ നടക്കും. അപ്പോൾ നമ്മുടെ വാസ്പിനെ സംബന്ധിച്ചിടത്തോളം അവന് മുട്ടയിടാനും സ്ഥലം കിട്ടും, ഫുഡും കിട്ടും. ഇനി ഫിഗ് ട്രീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുണം? ഫിഗ് ട്രീക്ക് പോളിനേഷൻ നടക്കും. അപ്പോൾ രണ്ടുപേർക്കും പോസിറ്റീവ്. അടുത്തത് ഏതാ? കസ്ക്യൂട്ട ഗ്രോയിങ് ഓൺ ഹെഡ്ജ്. എന്താണ് മക്കളെ? പാരസൈറ്റിസം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, parasites evolve special adaptation to live on the host. What are they? ഈ parasites എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫുഡിനും അല്ലെങ്കിൽ താമസത്തിനും ഓക്കെ ഹാബിറ്റേറ്റ് ഫുഡിനും താമസിക്കാനൊരു സ്ഥലത്തിനൊക്കെ വേണ്ടി വേറൊരു ജീവിയെ ഉപയോഗിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത് പാരസൈറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ തലയിലുള്ള പേൻ. ഈ പേൻ എന്ത് ചെയ്യും? അവന് ഫുഡിനും അവന് ജീവിക്കാനുള്ള ഒരു സ്ഥലവും അവൻ കണ്ടെത്തുന്നത് വേറൊരു ജീവിയുടെ ബോഡിയിൽ നിന്നല്ലേ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പാരസൈറ്റ്സ്. ഇവർക്ക് കുറച്ച് അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും ഇവരുടെ ബോഡിയിൽ. ഒന്നാമത്തെ അഡാപ്റ്റേഷൻ എന്താ? ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസന്റ്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവർക്ക് ഈ ഹോസ്റ്റിന്റെ ബോഡിയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ഇവരുടെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ടാവും? ഹുക്സും സക്കേഴ്സും ഉണ്ടാവും. ഓക്കെ, ഇനി ഇവരുടെ പുവർ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരിക്കും. എന്താ പുവർ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയാൻ കാരണം? എടാ, ഇവർ ഓൾറെഡി ഈ ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്നാണ് ഫുഡ് വലിച്ചെടുക്കുന്നത്. ഓൾറെഡി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇവർ വലിച്ചെടുക്കുന്നത്. പിന്നെയും അതിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തായിരിക്കും? പുവർലി ഡെവലപ്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അൺവാണ്ടഡ് സെൻസ് ഓർഗൻസ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, കുറേ സെൻസ് ഓർഗൻസ് ഒന്നും ഇവർക്ക് എന്തില്ല? ഉണ്ടാവില്ല.
സെൻസ് ഓർഗൻസ് ആർ ആബ്സെന്റ്. ലാസ്റ്റ് പോയിന്റ്, ഇവർക്ക് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആയിരിക്കും. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, കുറേ കുട്ടികളെ ഒരൊറ്റ പ്രാവശ്യം തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവും? പാരസൈറ്റ്സിന് ഉണ്ടാവും. വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ, പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സീ അനിമൺ. ഓക്കെ, sea anemone and clownfish. Justify your answer with a suitable explanation. മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സീ അനിമണും ക്ലൗൺ ഫിഷും തമ്മിലുള്ളത്. എന്താണ്, ഓർമ്മയുണ്ടോ? നമ്മൾ +1 സുവോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ഫൈലം സിലിൻഡ്രേറ്റ. ഫൈലം സിലിൻഡ്രേറ്റുള്ള ഒരാളാണ് ആര്? സീ അനിമൺ. ഈ സീ അനിമൺ എങ്ങനെയാണ് ഇരിക്കുക? ഇങ്ങനെയായിരിക്കുക. ഈ സീ അനിമൻ്റെ ഇടയിൽ പോയിട്ട് ആര് കിടക്കും? നമ്മുടെ ഈ ക്ലൗൺ ഫിഷൊന്നും ശരിയാവില്ല കേട്ടോ. ഫിഷ് ഇങ്ങനെ ഒളിച്ചിരിക്കും അല്ലേ? അപ്പോൾ ഈ ഫിഷ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് സീ അനിമണിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. സീ അനിമണിന് 0 എഫക്റ്റ് ആണ്. പക്ഷെ ഫിഷിന് എന്താ ഗുണം? അവനിരിക്കാനുള്ളൊരു സ്ഥലം കിട്ടി അല്ലേ? അപ്പോൾ അവനൊരു ഹാബിറ്റേറ്റ് കിട്ടും, അവനിരിക്കാനുള്ളൊരു സ്ഥലം കിട്ടും. അപ്പോൾ ഒരാൾക്ക് 0യും അല്ലെങ്കിൽ ഒരാൾക്ക് പോസിറ്റീവും ഇല്ല നെഗറ്റീവ് ഇല്ല, മറ്റാൾക്ക് എന്താ ഗുണമാണ്. ഇത്തരത്തിലുള്ള ഇന്ററാക്ഷനെ നമ്മൾ വിളിച്ച പേരെന്താ? കമൻസാലിസം. എന്താ വിളിച്ചത്? കമൻസാലിസം. പഠിക്കണം കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയടാ. യെസ്, അനലൈസ് the following table showing the population interaction. ശ്രദ്ധിച്ചേ, മൊണാർക്ക് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്. എവിടെയാണ് നമ്മൾ മൊണാർക്ക് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് പഠിച്ചേ? ഓർമ്മയുണ്ടോ? ഈ ബേർഡ്സ് മൊണാർക്ക് ബട്ടർഫ്ലൈനെ പിടിച്ചു കഴിക്കും. ഇത് ഏതായിരിക്കും ഇൻട്രാക്ഷൻ? യെസ്, ബേർഡ് എന്താ ചെയ്യുന്നത്? പ്രിഡേറ്റർ ആണ് അല്ലേ? ഒരാളെ പിടിച്ച് തിന്നുക. മൊണാർക്ക് ബട്ടർഫ്ലൈക്ക് ജീവൻ പോകും, അപ്പോൾ അവൻ എന്താ? പ്രേ ആണ്. അപ്പോൾ ഇത് ഏതാണ് ഇൻട്രാക്ഷൻ? യെസ്, പ്രിഡേഷൻ. ഏതാണ് ഇൻട്രാക്ഷൻ? പ്രിഡേഷൻ. ഇവിടെ എന്താ? ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും അല്ലേ? ഒരാൾക്ക് എന്തുണ്ടാകും? ബെനിഫിറ്റ് ടു വൺ ആൻഡ് മറ്റാൾക്ക് എന്താണ്? ലോസ് ആണ് ഉണ്ടാവുക. മറ്റാൾക്ക് എന്താ ഉണ്ടാവുക? ഹാം ഉണ്ടാവും. ഒരാൾക്ക് എന്തുണ്ടാവും? ഹാം ഉണ്ടാവും. മറ്റാൾക്ക് എന്തുണ്ടാവും? ബെനിഫിറ്റ് ഉണ്ടാകും. അടുത്തത് എന്താ? കാറ്റിൽ ഗ്രിറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. ഗ്രേസിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞത് എന്താണ്? ഒരാൾക്ക് ഗുണമുണ്ടാവും, മറ്റാൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അതിനെ വിളിച്ച പേരെന്താണ്? കമൻസാലിസം. അടുത്തത് ഏതാണ്? ടിക്സ് ആൻഡ് ഡോഗ്സ്. അതായത് ഈ പട്ടിയുടെ പുറത്തുള്ള എന്ത് ചെള്ളൊക്കെ അതെന്തായിരുന്നു സാധനം? പാരസൈറ്റിസം. ഇവിടെ എന്താണ്? ഒരു ഓർഗാനിസം ഫുഡിനും ഷെൽട്ടറിനും വേണ്ടിയിട്ട് മറ്റൊരു ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരാൾക്ക് എന്താണ്? പോസിറ്റീവ്. ആർക്കാണ് പോസിറ്റീവ്? പാരസൈറ്റിന്. ഒരാൾക്ക് എന്താണ്? നെഗറ്റീവ്. ആർക്കാണ് നെഗറ്റീവ്? ഹോസ്റ്റിന്. പോസിറ്റീവ് ആർക്കാണ്? പാരസൈറ്റിന്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇങ്ങനെയൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാട്ടോ, പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അതോടുകൂടി നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പോപ്പുലേഷൻ ഡെൻസിറ്റി പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? യെസ്, നമ്മൾ എന്ത് പഠിച്ചു? ഏജ് പിരമിഡ്സ് പഠിച്ചു, പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് പഠിച്ചു. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാതെ നിങ്ങൾ ആ ചാപ്റ്റർ, പിന്നെ നമ്മുടെ ഗ്രോത്ത് കർവ്സും പഠിച്ചു, ഗ്രോത്ത് മോഡൽസ് പഠിച്ചു, എക്സ്പോണൻഷ്യലും ലോജിസ്റ്റിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഈ ഭാഗങ്ങൾ നോക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ഏതാ? നമ്മുടെ എക്കോസിസ്റ്റം. ഓക്കെ, എക്കോസിസ്റ്റത്തിലേക്ക് കിടക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ എക്കോസിസ്റ്റത്തിലെ? യെസ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The rate of biomass production in an ecosystem is called productivity. There are two types, gross primary productivity and net primary productivity. How these productivities are related? എല്ലാവരും ശ്രദ്ധിച്ചേ. പ്രൊഡക്ടിവിറ്റി അല്ലേ? പ്രൊഡക്ടിവിറ്റി ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്തോരം ബയോമാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡക്ടിവിറ്റി. 2 ടൈപ്പ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഓർമ്മയുണ്ടോ? പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും ഉണ്ട്, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയും ഉണ്ട്. ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും. ഓക്കെ ആണോ? എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രൊഡക്ടിവിറ്റിയെ, ബയോമാസിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഇനി എന്താണ് GPP? GPP എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ടോട്ടൽ ബയോമാസിനെ വിളിക്കുന്ന പേരാണെന്ത്? GPP. ഇനി അപ്പോൾ NPP എന്തായിരിക്കും? ഒന്നുമില്ല. പ്ലാന്റ്സ് ടോട്ടൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? GPP. ഈ ഉൽപ്പാദിപ്പിച്ചതിൽ നിന്ന് കുറച്ച് ബയോമാസിനെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? അവൻ്റെ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അവൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് കുറച്ച്
പ്ലാന്റ്സ് യൂസ് ചെയ്യും. അതാണ് എന്ത്? റെസ്പിറേറ്ററി ലോസ്. പ്ലാന്റ്സിന് സ്വന്തം കാര്യങ്ങൾ നോക്കണ്ടേ, അതിനൊരു എനർജി വേണ്ടേ, അപ്പൊ അവന് യൂസ് ചെയ്യും. ഇനി ബാക്കി വരുന്ന ബയോമാസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? NPP. ബാക്കി വരുന്നതാണ് എന്ത്? NPP. അപ്പൊ GPP എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ആയിട്ട് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന ബയോമാസ് ആണ് എന്ത്? GPP. NPP എന്ന് പറഞ്ഞാൽ എന്താ? GPP-യിൽ നിന്ന് പ്ലാന്റ്സിന്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിച്ചതിന്റെ ബാക്കിയാണ് എന്ത്? NPP. ഓക്കെ, ഈ NPP ആണ് ആർക്ക് കിട്ടുക? ഈ പ്ലാന്റിനെ തിന്നുന്ന ആർക്ക് കിട്ടുക? കൺസ്യൂമേഴ്സിന് കിട്ടുക. ഓക്കെ, ഇനി NPP ഉപയോഗിച്ചിട്ട് കൺസ്യൂമേഴ്സ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രൊഡക്ടിവിറ്റി ആണ് എന്ത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് പഠിക്കണം, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് പഠിക്കണം. പ്രൈമറി പ്രൊഡക്ടിവിറ്റി തന്നെ 2 ടൈപ്പ് ഉണ്ട്, GPP-യും ഉണ്ട്, NPP-യും ഉണ്ട്. പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which among the following equation is related with the net primary productivity? നോക്കിയേ, എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, GPP-യിൽ നിന്ന് റെസ്പിറേറ്ററി ലോസ് പ്ലാന്റിന് ആവശ്യമായതുള്ളത് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആരെ കിട്ടുക? NPP കിട്ടുക. ഓപ്ഷനിൽ ഇതിൽ ഏതാണ് കറക്റ്റ്? GPP പ്ലസ് R ആണോ? അല്ല. NPP മൈനസ് R ആണോ? അല്ല. GPP പ്ലസ് NPP ആണോ? അല്ല. GPP മൈനസ് R ഇസ് ഈക്വൽ ടു NPP. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഗ്രീൻ പ്ലാന്റ് ഇൻ ദ എക്കോസിസ്റ്റം ആർ ദ ചീഫ് ഡീകമ്പോസേഴ്സ് ആണോ പ്ലാന്റ്സ്? അല്ല. കൺസ്യൂമേഴ്സ് ആണോ? അല്ല. ഹെർബിവോസ് ആണോ? അല്ല. പ്രൊഡ്യൂസേഴ്സ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്താണ് പ്രൊഡ്യൂസേഴ്സ്? സ്വന്തമായിട്ട് ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പ്ലാന്റ്സ് എപ്പോഴും എന്തായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. മറന്നു പോകരുത് കേട്ടോ പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? യെസ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയടാ. ഒബ്സർവ് ദ ഫിഗർ A and B given below. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പിരമിഡ് A and B. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, 3 ടൈപ്പ് ഇക്കോളജിക്കൽ പിരമിഡുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ഏതാണ്? നമ്പറിന്റെ പിരമിഡ്. അടുത്തത് ഏതാ? ബയോമാസിന്റെ പിരമിഡ്. അടുത്തത് ഏതാ? എനർജിയുടെ പിരമിഡ്. ഇനി ഇതിൽ ഏത് പിരമിഡാണ് ഫിഗറിൽ തന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയടാ, ഫിഗറിൽ ഇവിടെ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് എന്തിന്റെ ആയിരിക്കും? നമ്പറിന്റെ പിരമിഡ് ആയിരിക്കും. ഇപ്പൊ ഈ ഫിഗറിൽ നോക്കിയേ, ഇവിടെ ഡ്രൈ വെയിറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഡ്രൈ വെയിറ്റ് എന്ന് എഴുതിയിട്ട് കിലോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ആണല്ലേ. വെയിറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ ഏത് പിരമിഡ് ആയിരിക്കും? അത് ബയോമാസിന്റെ പിരമിഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്താ? 10 ജൂള്, 100 ജൂള്, 1000 ജൂള്, 10,000 ജൂള്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജൂൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്തിന്റെ ആയിരിക്കും പിരമിഡ്? എനർജിയുടെ ആയിരിക്കും. ഇതൊന്നും തരാണ്ട് വെറുതെ നമ്പേഴ്സ് ആണ് തരുന്നതെങ്കിൽ അത് എന്തിന്റെ പിരമിഡ് ആയിരിക്കും? നമ്പറിന്റെ പിരമിഡ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിയടാ, ഇവിടെ എപ്പോഴും പ്രൊഡ്യൂസറിന്റെ കാര്യങ്ങളായിരിക്കും കാണിക്കുക. അതിന് മുകളിൽ പ്രൈമറി കൺസ്യൂമേഴ്സ്, അതിന്റെ മുകളിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ്, അതിന്റെ മുകളിൽ ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇത് ഇനി നോക്കിയടാ, വിച്ച് കൈൻഡ് ഓഫ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പിരമിഡ്സ് A and B. ഇത് ആരുടെയാ? ഇവിടെ വെയിറ്റ് ആണ്, അപ്പൊ ബയോമാസ് ആണ്. ഇതാരുടെയാ? ജൂളാണ്, അപ്പൊ എനർജിയുടെ പിരമിഡ് ആണ്. ട്രൂ. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് കൈൻഡ് ഓഫ് പിരമിഡ് ഈസ് ഓൾവേസ് അപ്രൈറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ 3 പിരമിഡുകൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഈ 3 പിരമിഡിൽ 2 പേർക്ക് അപ്രൈറ്റ് ഉണ്ട്, ഇൻവേർട്ടഡ് ഉണ്ട്. തല കുത്തി നിൽക്കുന്നതുണ്ട്, നേരെ നിൽക്കുന്ന പിരമിഡ് ഉണ്ട്. പക്ഷെ ഒരാൾക്ക് മാത്രം അപ്രൈറ്റ് ഉള്ളൂ. അതാരാള്? യെസ്, എനർജി. അതാരാണ് ആള്? ആരാണ് ആള് മക്കളെ? എനർജി. നമ്മുടെ എനർജിയുടെ പിരമിഡ് എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. അതിനൊരു റീസൺ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോക്കിയടാ, ഇപ്പോൾ നമ്മളൊരു ഫുഡ് ചെയിൻ വരച്ചു കഴിഞ്ഞാൽ ഗ്രാസിനെ ആര് തിന്നും? ഗ്രാസ് ഹോപ്പർ തിന്നും. ഗ്രാസ് ഹോപ്പറിനെ ആര് തിന്നും? ഫ്രോഗ് തിന്നും. ഫ്രോഗിന് ആര് തിന്നും? സ്നേക്ക് തിന്നും. സ്നേക്കിന് ആര് തിന്നും? ഹോക്ക് തിന്നും അല്ലേ? ഗ്രാസിന്റെ ഒരു ജൂള്, അവനിലുള്ള ജൂൾ എന്ന് പറഞ്ഞാൽ 30,000 ജൂൾ ആണുള്ളതെങ്കിൽ ഗ്രാസ് ഹോപ്പർ ഗ്രാസ് തിന്നുന്നതിന്റെ ഭാഗമായിട്ട് 30,000 ജൂൾ അവന് കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. 10%, നമ്മൾ 10% ലോ പഠിച്ചിട്ടുണ്ടല്ലേ? ഇവരുടെ 10% മാത്രമേ അടുത്ത ആളിലേക്ക് പോവുള്ളൂ. അപ്പൊ ഇവന് 3000 ജൂളെ കിട്ടുള്ളൂ. ഇവന്റെ 10% ഫ്രോഗിലേക്ക് പോവുള്ളൂ, 300 ജൂളെ കിട്ടുള്ളൂ. സ്നേക്കിന് അതിന്റെ 10% 30 ജൂളെ കിട്ടുള്ളൂ. ഹോക്കിന് അതിന്റെ 10% 3 ജൂളെ കിട്ടുള്ളൂ. അതായത് ശ്രദ്ധിച്ചേടാ, ഇങ്ങോട്ട് പോകുന്തോറും എനർജി എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? കുറഞ്ഞുകൊണ്ടേ ഇരിക്കണേ. ഇത് നേരെ തിരിയോ? ഒരിക്കലും തിരിയൂല. നോക്കിയേ, ഹോക്കിന്
സ്നേക്കിനേക്കാൾ കൂടുതൽ എനർജി കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. കാരണം ഹോക്കിന് എവിടെ നിന്ന് എനർജി കിട്ടണേ? സ്നേക്കിന്റെ ബോഡിയിൽ നിന്നാണ്. അപ്പോൾ സ്നേക്കിനേക്കാൾ എനർജി ഹോക്കിന് കിട്ടുമോ? കിട്ടൂല. സ്നേക്കിന്റെ 10% മാത്രമേ ആർക്ക് കിട്ടുള്ളൂ? ഹോക്കിന് കിട്ടുള്ളൂ. അപ്പോൾ എനർജി ഇൻ എ ഫുഡ് ചെയിൻ ഈസ് ഓൾവേസ് യൂണിഡയറക്ഷണൽ. ഓക്കെ, എപ്പോഴും എനർജി എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അതുകൂടാതെ 10%ലോ 10%ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് ട്രോഫിക് ലെവൽ ആൻഡ് ദ 90% ഓഫ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗാനിസം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് എനർജിയുടെ പിരമിഡ് മാത്രം അപ്പറേറ്റ് മാത്രമേ ഉള്ളൂ, ഇൻവേർട്ടഡ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ്? എനർജി, ദ ഫ്ലോ ഓഫ് എനർജി ഈസ് ഓൾവേസ് യൂണിഡയറക്ഷണൽ ആൻഡ് എന്തായിരിക്കും? ദ 10%ലോ 10%ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് trophic level and the remaining 90% of energy is utilized for their life activities and lost as heat. ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Write the name of the ecological pyramid given in the figure. This pyramid is always upright. ദേടാ ഇവിടെ എന്താ കൊടുത്തിരിക്കണേ? ജൂൾ അല്ലേ? ജൂൾ ആണെങ്കിൽ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞോ ഏതാണ്? എനർജിയുടെ പിരമിഡ്. എന്തുകൊണ്ടാണ് അപ്രൈറ്റ്? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു. എന്താണ്? ഓൾവേസ് യൂണി ഡയറക്ഷണൽ ആയിരിക്കും, 10%ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, decomposition has 5 important steps. Write the 5 important steps. Yes, decomposition. എന്താണ് ഡീകമ്പോസിഷൻ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുറ്റത്തേക്ക് ഒരു സാധനം വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണിൽ കിടന്ന് എന്താകും? ഡീകമ്പോസ് ചെയ്യുമെന്ന് നമ്മൾ പറയും. ആ ഡീകമ്പോസ് ചെയ്യുന്ന ആ പ്രോസസ്സ് 5 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാ? ഓർമ്മയുണ്ടോ? ഫ്രാഗ്മെന്റേഷൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ലീച്ചിങ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? കെറ്റബോളിസം. 1 2 3 കെറ്റബോളിസം. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഹ്യൂമിഫിക്കേഷൻ. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താ? മിനറലൈസേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ സ്റ്റെപ്പും എന്താണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാ? ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ലീച്ചിങ്. മൂന്നാമത്തെ സ്റ്റെപ്പ് കാറ്റബോളിസം. നാലാമത്തെ സ്റ്റെപ്പ് ഹ്യൂമിഫിക്കേഷൻ. അഞ്ചാമത്തെ സ്റ്റെപ്പ് മിനറലൈസേഷൻ. ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് ടീച്ചർ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, അത് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Give an example. What are the climatic factors affecting the decomposition? Decomposition affect ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ നോക്കിയടാ, ടീച്ചർ ഒരു ഫ്രൂട്ടിൻ്റെ വേസ്റ്റും ഒരു കോക്രോച്ചിനെയും തല്ലിക്കൊന്നിട്ട് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ആരായിരിക്കും ആദ്യം ഡീകമ്പോസ് ചെയ്യുക? ഒബ്വിയസ്ലി ആരായിരിക്കും? ഫ്രൂട്ട് ആയിരിക്കും. അതിനൊരു കാരണമുണ്ട്. നോക്കിയടാ, ഈ ഫ്രൂട്ടിൽ നൈട്രജനും വാട്ടർ കണ്ടന്റും കൂടിയ സാധനങ്ങൾ പെട്ടെന്ന് എന്താകും? ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സിൽ ഒന്നാമത്തെ പറയുന്നത് എന്താ? നൈട്രജൻ ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് ഡെട്രിറ്റസ്. ഡെട്രിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഡീകമ്പോസ് ചെയ്യുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഡെട്രിറ്റസ്. അപ്പോൾ വാട്ടർ കണ്ടന്റും നൈട്രജന്റെ അളവും കൂടുതലുള്ള ഡെട്രിറ്റസ് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. അതേ സ്ഥാനത്ത് നമ്മുടെ ഈ കോക്രോച്ചിൻ്റെ പുറത്ത് ഷെല്ലുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? എക്സോസ്കെലിറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ കൊണ്ടാണ്. അപ്പോൾ കൈറ്റിൻ, ലിഗ്നിൻ പോലെയുള്ള സാധനങ്ങളുള്ള ഡെട്രിറ്റസ് വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ? ഡീകമ്പോസ് ചെയ്യുള്ളൂ. അതുകൂടാതെ ലോ ടെമ്പറേച്ചറിൽ ഡീകമ്പോസിഷൻ വളരെ സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോർച്ചറിയിൽ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ലോ ടെമ്പറേച്ചർ, അപ്പോൾ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യില്ല. ഓക്കെ, പെട്ടെന്ന് നമ്മൾക്ക് ഒന്നും പറ്റില്ല. അതേസമയം നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് നമ്മളത് ചീത്താവാതിരിക്കാൻ ഫ്രിഡ്ജ് വെക്കും. ഫ്രിഡ്ജിൽ എന്താ? ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് അത് എന്തായില്ല? ഡീകമ്പോസ് ആവില്ല. മനസ്സിലായോ? അപ്പോൾ ഡീകമ്പോസിഷൻ കുറയ്ക്കുന്ന ആൾക്കാർ എന്താ? ലോ ടെമ്പറേച്ചർ. അതുപോലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും എന്താവും? ഡീകമ്പോസിഷൻ വളരെ കുറച്ചേ നടക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഡീകമ്പോസിഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് വേണം പോകാൻ. അടുത്തത് എന്താ മക്കളെ? ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ഡെട്രിറ്റിവോർ. ഡെട്രിറ്റസ് എന്താണെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? ഡീകമ്പോസിഷൻ സംഭവിക്കുന്ന സാധനങ്ങളെ വിളിച്ച് പറയുന്ന പേരാണ്, സംഭവിക്കുന്ന സാധനങ്ങളെ പറയുന്ന പേരാണെന്ത്? ഡെട്രിറ്റസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ ആണ് വലിച്ചെറിഞ്ഞ് കളയുന്നത് ഇരിക്കുക മണ്ണിലേക്ക്, അതിനെ വിളിക്കുന്ന പേരെന്താ? ഡെട്രിറ്റസ്. ഒരു ഇല കരിഞ്ഞ് മണ്ണിലേക്ക് വീണു എന്ന് വിചാരിക്കുക, അതിനെ വിളിക്കുന്ന പേരെന്താ? ഡെട്രിറ്റസ്. അപ്പോൾ ഡെട്രിറ്റിവോർ എന്താ? മണ്ണിൽ ഉള്ള ജീവികൾ, ഓക്കെ, ഡീകമ്പോസിഷന് ഹെൽപ്പ് ചെയ്യുന്ന ജീവികളെ വിളിക്കുന്ന പേരാണെന്ത്? ഡെട്രിറ്റിവോർ. എന്താണ് ഒരു എക്സാമ്പിള്? എർത്ത് വേം. നമ്മുടെ മണ്ണിരയില്ലേ, അവനാണ് എക്സാമ്പിൾ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം കേട്ടോ. അപ്പോൾ ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്പ് പഠിക്കണം, എന്താണെന്ന് പഠിക്കണം, അതിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, എക്സ്പാൻഡ് GFC ആൻഡ് DFC. എന്താണ് GFC? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഗ്രേസിംഗ്
ഫുഡ് ചെയിൻ. എന്താണ് DFC? എന്താണ് DFC? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ചോദിക്കാറുണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ദ പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? പ്ലാന്റ്സ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഡെട്രിറ്റസ്. ഇതിൽ പ്രധാനമായിട്ടും മാക്രോ ഓർഗാനിസംസ് ആയിരിക്കും, വലിയ ഓർഗാനിസംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും, മാക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ഇതിലെ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രൈമറി എനർജി സോഴ്സ് ഏതാ? സൺ. സണ്ണിൽ നിന്നല്ലേ പ്രൈമറി എനർജി കിട്ടുക. കാരണം എന്താ? പ്രൊഡ്യൂസേഴ്സിന് എവിടെ നിന്ന് എനർജി കിട്ടുക? സണ്ണിൽ നിന്ന്. അപ്പോൾ പ്രൈമറി എനർജി സോഴ്സ് ഏതാ? സൺ. ഇവിടുത്തെ പ്രൈമറി എനർജി സോഴ്സ് ഏതാ? ഡെട്രിറ്റസ്. ഇനി ഇതെപ്പോഴും എന്തായിരിക്കും? ലോങ് ചെയിൻ ആയിരിക്കും. ഇതെന്തായിരിക്കും? സ്മോൾ ചെയിൻ ആയിരിക്കും. ഫുഡ് ചെയിൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടിൻ്റെയും ഡിഫറൻസ് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. ഫുഡ് ഓർ എനർജി relationship between an organism at different trophic levels are represented by ecological pyramid from the given data. നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇക്കോളജിക്കൽ പിരമിഡ് ഉണ്ടാക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ട്രോഫിക് ലെവൽ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ എന്തിൻ്റെ ഇക്കോളജിക്കൽ പിരമിഡ് ആണ് ഉണ്ടാക്കേണ്ടത്? ബയോമാസ് ആണോ? അല്ല. എനർജി ആണോ? അല്ല. എന്തിൻ്റെയാണ്? നമ്പറിൻ്റെ ഇക്കോളജിക്കൽ പിരമിഡ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആരാ വരിക എന്ന് ടീച്ചർ പറഞ്ഞത്? പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 5842. അപ്പൊ പ്രൊഡ്യൂസേഴ്സിന്റെ എണ്ണം 5842 പ്രൊഡ്യൂസർ. അടുത്തതാരാ? പ്രൈമറി കൺസ്യൂമർ. എത്രയാണ് എണ്ണം മക്കളെ? 708 ആണ്. അപ്പൊ കുറഞ്ഞില്ലേ? അപ്പൊ വലിപ്പം എന്താക്കണം? കുറയ്ക്കണം. 708 പ്രൈമറി കൺസ്യൂമർ. അടുത്തതാരാണ്? സെക്കൻഡറി കൺസ്യൂമർ. സെക്കൻഡറി കൺസ്യൂമറിന്റെ എണ്ണം എത്രയാണ്? 3 ഉള്ളൂ. പിന്നെയും കുറഞ്ഞു അല്ലേ? സെക്കൻഡറി കൺസ്യൂമർ 3. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഇതാണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്പറിന്റെ ഇക്കോളജിക്കൽ പിരമിഡ്. ഓക്കെ അല്ല? അപ്പം ഇങ്ങനെ ചോദിക്കൂട്ടോ, ഡാറ്റാസ് തന്നിട്ട് നമ്മളോട് ഉണ്ടാക്കാനായിട്ട് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോവിങ്. എന്താണ് മക്കളെ ഫുഡ് വെബ്? എന്താ ഫുഡ് വെബ്? ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഫുഡ് വെബ്. ഒരുപാട് ഫുഡ് ചെയിനുകൾ ചേർന്ന് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് ഫുഡ് ചെയിനുകൾ ഉണ്ട്. ഇവരൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അങ്ങനെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ചെയിനുകളെ വിളിക്കുന്ന പേരാണ് എന്താ? ഫുഡ് വെബ്. ഓക്കെ അല്ലേ? അടുത്ത എന്താ? 10% നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു. ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ട്രോഫിക് ലെവൽ. ദ റിമൈനിങ് 90% ഓഫ് എനർജി ഈസ് ഫിക്സ്ഡ് അല്ലെങ്കിൽ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദെയർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. അങ്ങനെ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? യെസ്, 10ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. Identify the type of pyramids and reason out why the pyramid is inverted. ശ്രദ്ധിച്ചേടാ, ഇത് ഇൻവേർട്ടഡ് ആണ്. ഇവിടെ നോക്കിയേ, ഡ്രൈ വെയിറ്റ് തന്നിട്ടുണ്ട്. ഡ്രൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിൻ്റെ ആയിരിക്കും? ബയോമാസിൻ്റെ ആയിരിക്കും. അതുകൂടാതെ ഇവിടെ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു, അത് ടീച്ചർ ഇവിടെ ഇടാൻ മറന്നു പോയതാണ്. ഓഷ്യൻ, ഓക്കെ, അതായത് സമുദ്രത്തിലുള്ള ഒരു എക്കോസിസ്റ്റത്തിൻ്റെ പിരമിഡാണ് ഇത്. നോക്കിയടാ, ഇവിടെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം എത്രയാ? വെയിറ്റ് എത്രയാ? 4. ബയോമാസ് എത്രയാ? 4. പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ വെയിറ്റ് എത്രയാ? 21. അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ എണ്ണം എന്താണ് ഇവിടെ? കുറവാണ്. പക്ഷെ അതിനെ പ്രൊഡ്യൂസേഴ്സിന്റെ വെയിറ്റ് എന്താണ്? കുറവാണ്. പക്ഷെ അതിനെ തിന്നുന്ന പ്രൈമറി കൺസ്യൂമേഴ്സിന്റെ വെയിറ്റ് എന്താണ്? കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ ടീച്ചർ ഒരു കാര്യം പറയും, ഇതിന്റെ എക്സാമ്പിൾ ഉണ്ട്. നോക്കിടാ, നമ്മുടെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഇല്ലേ? ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാട്ടർ ബോഡീസിൽ, അതായത് നമ്മുടെ കടലായിക്കോട്ടെ പുഴയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിൽ കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളെ വിളിക്കുന്ന പേരാണ് എന്താ? ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കടലിലും പുഴയിലും ഒക്കെ ചെടികളുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. അവിടെ ജീവികളായിരിക്കും ചെടികളായിരിക്കും കൂടുതൽ? ഒബ്വിയസ്ലി അവിടെ എന്തായിരിക്കും കൂടുതൽ? ജീവികളായിരിക്കും കൂടുതൽ അല്ലേ? അപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്റെ മാസ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷേ ഈ ഫൈറ്റോ പ്ലാങ്ക്ടനെ തിന്ന് ജീവിക്കുന്ന സൂ പ്ലാങ്ക്ടന്റെ എണ്ണം മാസ് എന്തായിരിക്കും? അവിടെ കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സിന്റെ മാസ്
മാസ് കുറവും. പ്രൊഡ്യൂസേഴ്സിനെ തിന്ന് ജീവിക്കുന്ന കൺസ്യൂമേഴ്സിന്റെ മാസ് എന്താണ്? കൂടുതലുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏത് ഷേപ്പ് വന്നത്? ഇൻവേർട്ടഡ് വന്നത്. മനസ്സിലായോ? അപ്പോൾ ബയോമാസിൽ ഇൻവേർട്ടഡ് എവിടെയാണ് കാണപ്പെടുന്നത്? വാട്ടർ ബോഡീസിൽ കാണാൻ കാരണം എന്താ? അവിടെ പ്രൊഡ്യൂസേഴ്സിന്റെ മാസ് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഫൈറ്റോപ്ലാങ്ക്ടന്റെ വെയിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷേ അനിമൽസിന്റെ സൂപ്ലാങ്ക്ടന്റെ വെയിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് GPP ആൻഡ് എന്താണ് NPP എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ്? പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ GPP ഉണ്ട്, NPP ഉണ്ട്. GPP എന്താണ്? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ടോട്ടലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബയോമാസിനെ വിളിക്കുന്ന പേരാണെന്ത്? GPP. ഇനി NPP എന്താണെന്നാ പറഞ്ഞത്? ഈ GPPയിൽ നിന്ന് പ്ലാന്റ്സ് അവരുടെ റെസ്പിറേറ്ററിന് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ യൂസിന് ഉപയോഗിച്ച ബയോമാസിന് ശേഷം ബാക്കി വരുന്ന ആളാണ് ആര്? NPP. ശ്രദ്ധിച്ചേടാ, GPP പ്ലാന്റ് ടോട്ടൽ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ബയോമാസ്. അതിൽ നിന്ന് പ്ലാന്റിന്റെ ആവശ്യമായിട്ടുള്ള റെസ്പിറേഷന് വേണ്ടി പ്ലാന്റ് ഉപയോഗിക്കുന്ന ബയോമാസിന് ശേഷം ബാക്കി വരുന്ന ആളാണ് ആര്? NPP. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? യെസ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്താണ്? A list of organism in a given below. Arrange them in the appropriate trophic level. നമ്മളോട് എന്താണ് ട്രോഫിക് ലെവൽസ്? നമ്മളോട് ഒരു ഫുഡ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് ആരൊക്കെയുണ്ട്. ലയൺ ഉണ്ട്, കൗ ഉണ്ട്, വോഫ് ഉണ്ട്, ട്രീസ് ഉണ്ട്. ഫസ്റ്റ് ആരാ വരിക? ട്രീ അല്ലേ? പ്രൊഡ്യൂസർ ആരായിട്ടാ വരിക? ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ആരാ വരിക? ട്രീ. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ആരാ വരിക? ട്രീനെ തിന്നുന്നത് ആരായിരിക്കും? കൗ ആയിരിക്കും. കവിനെ തിന്നുന്നത് ആരായിരിക്കും? വോൾഫ് ആയിരിക്കും. വോൾഫിനെ തിന്നുന്നത് ഫോർത്ത് ട്രോഫിക് ലെവലിൽ ആര് വരും? ലയൺ വരും. ഓക്കെ. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? എക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും എക്സാം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസിങ് ആയിട്ടിരിക്കുക. അത് ഭയങ്കര സിമ്പിളാണ് അല്ലേ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എക്കോസിസ്റ്റത്തിൽ എന്തിനൊക്കെ പറ്റി പഠിച്ചു? പ്രൊഡക്ടിവിറ്റി പഠിച്ചു. പ്രൊഡക്ടിവിറ്റി എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ പഠിച്ചു. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ പഠിച്ചു. ഡീകമ്പോസിഷൻ പഠിച്ചു. പിന്നെ ഇക്കോളജിക്കൽ പിരമിഡുകൾ പഠിച്ചു. ഇതെല്ലാം പഠിച്ചോ തന്നെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ 2 ചാപ്റ്റർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം. ഇപ്പോൾ തന്നെ ഇതിരുന്ന് പഠിക്കുക. നാളെ നമ്മുടെ എക്സാം ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ 21 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതുക. 5 ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, താങ്ക് യു.